ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. ഞാൻ ഈ സ്നാക്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത് ചോറാണ്. ചോറ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ 2 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു ക്യാപ്സിക്കം, ഒരു ചെറിയൊരു ക്യാരറ്റ്, കുറച്ച് മല്ലിയില എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഒരു കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ്. അതിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ റവയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് മൈദയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം റവയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഗോൾഡൻ കളറൊന്നും ആവില്ല. റവയുടെ ഒരു കളർ തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ 2 ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് കോരി മാറ്റാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം എണ്ണ ഒന്നും കുടിക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.